എ കംപ്ലീറ്റ് അൺനോൺ ബോബ് ഡിലൻ എന്ന് പറഞ്ഞ സോങ് റൈറ്റർ സിംഗർ മൂപ്പരുടെ ജീവിതത്തിനെ ആസ്പദമാക്കിയിട്ട് എടുത്ത സിനിമയാണ്. ഇന്നായിരുന്നു റിലീസ്. ഐ വാസ് ഏബിൾ ടു വാച്ച് ദ മൂവി. ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂവി കേട്ടോ. ഇത് ബോബ് ഡിലനായിട്ട് അഭിനയിക്കുന്നത് ടിമോത്തെ ഷാലമേ, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്യൂണിലൊക്കെ അഭിനയിച്ച കക്ഷിയാണ്. അയാളുടെ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി നോട്ട് വർത്തി പെർഫോമൻസ്. മൂപ്പര് മുമ്പേയും ഓസ്കർ നോമിനേഷനൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ബട്ട് ഐ തിങ്ക് ദിസ് മൂവി വുഡ് ബി എ ലാൻഡ്മാർക്ക്. കാരണം ഒരു റിയൽ ക്യാരക്ടറിനെ, അതായത് ഉള്ളൊരാളെ, ഒരു റിയൽ ലൈഫ് പേഴ്സണെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി തിങ്. കാരണം കമ്പാരിസൺസ് കൂടുതലുണ്ടാവും. ആൾക്കാർക്ക് അവരുടെ മാനറിസംസ്, ക്വർക്കിനെസ്, ഇതൊക്കെ അതേ രീതിയിൽ കിട്ടണമല്ലോ. ഇപ്പോൾ ബോബ് ഡിലൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഹിന്ദിയിൽ സംഗീതത്തിൻ്റെ റോള് നമ്മളെ രൺബീർ കപൂർ അഭിനയിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണെങ്കിൽ, ബോബ് ഡിലൻ്റെ സോങ്സ് പ്രത്യേകിച്ച് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിലും പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ, ഫോക്ക് സോങ്സ് ഇഷ്ടമാണെങ്കിൽ, ധാരാളം പാട്ടുകൾ, മോസ്റ്റ് ഓഫ് ഹിസ് ഫേമസ് സോങ്സ് ആർ ദെയർ. ബ്ലോയിങ് ഇൻ ദ വിൻ എന്നുള്ള പാട്ട്, ആ പാട്ടിലേക്ക് എത്തുന്നത്, ആ പാട്ട് എഴുതുന്നത്, ഹൗ ഡിഡ് ദാറ്റ് സോങ് ബിക്കം ഫേമസ്, ആൻഡ് ദെൻ ഹിസ് ജേർണി വിത്ത് ദ ഫോക്ക് മ്യൂസിക്, ആൻഡ് ദെൻ ഹിസ് ഡിസിഷൻ ടു ചേഞ്ച് ഫ്രം ഫോക്ക് മ്യൂസിക് ആൻഡ് ടു ആഡ് ന്യൂ കൈൻഡ്സ് ഓഫ് സ്റ്റഫ്. അതിലുണ്ടാവുന്ന ഒരു ട്രഡീഷണൽ ലിസ്റ്റുകളുമായിട്ടുണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് ദാറ്റ് ഹി ഹാസ് വിത്ത് ദ ട്രഡീഷണലിസ്റ്റ്. ദെൻ ഒബ്വിയസ്ലി മൂപ്പരുടെ റിലേഷൻഷിപ്സ്, ആ റിലേഷൻഷിപ്സും സോങ്സും അയാളുടെ ജീവിതവും ഒക്കെ കലർന്നിട്ടുള്ളൊരു സംഭവം. ഒരു മുഴുവൻ ജീവിത കഥ എന്നുള്ളതല്ല. അയാൾ ആദ്യമായിട്ട് പാട്ട് ഒരു ഇൻ സെർച്ച് ഓഫ് മ്യൂസിക് ആൻഡ് ഫെയിം വരുന്നതും, അവിടുന്ന് പിന്നെ അയാൾ ചെറുതായിട്ട് പാടുന്നതും, പിന്നെ അയാളുടെ ഫസ്റ്റ് റെക്കോർഡ് വരുന്നതും, പിന്നെ ദ വേ ഹി ബിക്കംസ് ഫേമസ് ആൻഡ് ദ വേ ന്യൂപോർട്ട് ഫോക്ക് ഫെസ്റ്റിവലിൽ പാടുന്നതും പല പ്രാവശ്യം. അപ്പോൾ അങ്ങനെ ഓരോ ആ സിനിമയുടെ ഭാഗമായിട്ട് ഇയാൾ ബൈക്ക് ഓടിക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഇയാളുടെ പാട്ടുകൾ, ബോബ് ഡിലൻ്റെ പാട്ടുകൾ അതിൽ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ടിമോത്തേൻ്റെ അഭിനയമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്പ് മീ ഡിസ്കവർ സം സോങ്സ് ബൈ അതർ ആർട്ടിസ്റ്റ് ആസ് വെൽ. അപ്പോൾ അതും സിനിമ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് വാട്ട് ഐ ഡിഡ് വാസ് ടു ബോബ് ഡിലൻ്റെ, ഓൾറെഡി എൻ്റെ അടുത്ത് ബോബ് ഡിലൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ അതിൽ അല്ലാതെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുടെ പാട്ടുകൾ, ഐ വെൻ്റ് ഹെഡ് ആൻഡ് ഫോക്ക് സിംഗേഴ്സിൻ്റെ പാട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ കേട്ടിട്ടാണ് തിരിച്ച് വണ്ടി ഓടിച്ചിട്ട് വന്നിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി. മൂപ്പര് ഒരു ഓസ്കർ വേർത്തി, നോമിനേഷൻ വേർത്തി പെർഫോമൻസ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നോമിനേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇതുണ്ടാവുമോ എന്നുള്ളത് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ദ ഗൈ ഈസ് ഓൺലി 28 years old. ഞാൻ കുറേ കാലമായിട്ട് അയാൾ ടീനേജർ ആകുമ്പോൾ തന്നെ ടി വിയിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയതാണ്. സോ ദാറ്റ്സ് പ്രോബ്ലി വാട്ട് വെൻ യു സീ ഹിസ് മൂവീസ്, വളരെ യങ് ആണെങ്കിലും വളരെ സീസൺഡ് ആയിട്ടുള്ളൊരു ആക്ടർ അഭിനയിക്കുന്ന മാതിരി നമുക്ക് തോന്നുകയും ചെയ്യും. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി ആൻഡ് മ്യൂസിക്കൽ മൂവി. ഇപ്പോൾ നിങ്ങൾ ബോബ് മാർലിയുടെ സിനിമ ഉണ്ടായിരുന്നല്ലോ, വൺ ലവ്, ആ സിനിമേനെ പറ്റിയിട്ട് വലിയ നല്ല റിവ്യൂ ഒന്നും റോട്ടൻ ടൊമാറ്റോസിൽ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിതമായി ആയില്ല എന്നൊക്കെയാണ് ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കെന്തോ ആ സിനിമ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിസ് അറ്റ്ലീസ്റ്റ് റോട്ടൻ ടൊമാറ്റോസ് ആ ഗിവിങ് 75%, പിന്നെ ഓഡിയൻസ് ഇറ്റ്സ് അബൌട്ട് റേറ്റിംഗ് ഇസ് അബൌട്ട് 95%. So obviously even critics are saying it's a good movie. So go ahead, if you get a chance, watch it either on theaters or if it gets into OTT later. An unknown, a complete unknown എന്നാണ് സിനിമേൻ്റെ പേര്. നമ്പർ എങ്ങനെയൊക്കെ